നോട്ട് പിൻവലിക്കാനുള്ള നിയന്ത്രണം നീക്കണമെന്ന് CPIM പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കർഷകർക്ക് കടാശ്വാസം പ്രഖ്യാപിക്കണമെന്നും അസാധുവാക്കിയ നോട്ടുകൾ എത്ര തിരിച്ചെത്തിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും CPIM. ഇതടക്കം 9 ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ CPIM സമർപ്പിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, CPIM പ്രധാനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മനു, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട സമയപരിധി പൂർത്തിയായി കഴിഞ്ഞു. നാളെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് പുതിയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന തരത്തിൽ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് CPIM ചില പ്രധാന ആവശ്യങ്ങൾ, ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചില ആവശ്യങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ഈ 50 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുകളയണം എന്നാണ് ഏറ്റവും പ്രധാന ആവശ്യം. ഇത് കൂടാതെ ഈ നോട്ട് പിൻവലിച്ച നടപടി രാജ്യത്തെ പാവങ്ങൾക്കും കർഷകർക്കും വലിയ രീതിയിലുള്ള ദുരിതം സമ്മാനിച്ചിട്ടുണ്ട്. ഇവരുടെ ദുരിതാശ്വാസത്തിനായി ചില പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവും CPIM മുന്നോട്ട് വെക്കുന്നു. അതിൽ തന്നെ ഒന്നാമതായി കർഷകർക്ക് അടിയന്തരമായി കർഷകരുടെ ഈ നോട്ട് പിൻവലിച്ച നടപടി മൂലം ദുരിതത്തിലായ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തേത്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി കൂടുതൽ ദിവസം ജോലിയും അത് വേതനവും വർദ്ധിപ്പിച്ചു നൽകണം. അങ്ങനെ ദുരിതത്തിൽ നിന്നും പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്നു. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ടതാണ്. നോട്ട് പിൻവലിച്ച ഈ നടപടി മൂലം സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ തോതിൽ നികുതി നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ നികുതി നഷ്ടം നികത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഡിജിറ്റൽ ഇടപാടുകൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾക്ക് സേവന ചാർജ് ഈടാക്കുന്നത്, സർവീസ് ചാർജ് ഈടാക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കണം. അത്തരത്തിലുള്ള നീക്കം അനുവദിക്കാൻ കഴിയില്ല. ഇത് കൂടാതെ ആധാർ കാർഡുള്ളവർക്ക് മാത്രം റേഷനിങ് സമ്പ്രദായം ഏർപ്പെടുത്തുന്ന നടപടിയും അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും റേഷൻ ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ വേണമെന്ന് CPIM മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ 9 ആവശ്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ, പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില സുപ്രധാന ചോദ്യങ്ങളും CPIM ഉന്നയിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒന്ന്, അഴിമതി തടയുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെങ്കിൽ, അതിനാണ് നോട്ട് നിരോധനം പോലുള്ള നടപടികൾ ഏർപ്പെടുത്തിയതെങ്കിൽ ഏറ്റവും വലിയ അഴിമതി രാജ്യത്തുണ്ടായ വ്യാപം അഴിമതി, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പണം കൈമാറി എന്ന് പറയപ്പെടുന്ന സഹാറ ബിർള ഡയറികൾ, ഈ 2 കാര്യത്തിലും എന്തുകൊണ്ട് പ്രധാനമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചില്ല എന്ന് CPIM ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, എത്ര രൂപയാണ് പിൻവലിച്ച പണത്തിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പണം പൂർണ്ണമായും ഇപ്പോൾ ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. പുതിയതായി എത്ര നോട്ടുകൾ അച്ചടിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇനി ഈ പിൻവലിച്ച 86% നോട്ടുകൾക്ക് തത്തുല്യമായ പുതിയ നോട്ടുകൾ ഏത് കാലയളവ് കൊണ്ട് വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം വ്യക്തമാക്കണം. ഇത്തരത്തിൽ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രസംഗം നാളെ ഉണ്ടാകും എന്നുള്ള സൂചനയുടെ പുറത്ത് അതിന് മുൻപേ തന്നെ CPIM ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മനു, ശരി. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.